ഹായ് ഡിയേഴ്സ്, സൈലന്റ് ഡിജി എക്സാമിൻ്റെ മറ്റൊരു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് K1-നും K2-നും മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ള ട്രെയിൻ പ്രോബ്ലങ്ങളെ കുറിച്ചാണ്. ഇത് ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നൊരു സബ് ടോപ്പിക്കാണ്. ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൂരത്തിൻ്റെയും സമയത്തിൻ്റെയും ചോദ്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുക. പല ആളുകൾക്കും ട്രെയിൻ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ട്രെയിൻ ചോദ്യങ്ങളുടെ ഐഡിയ, കോൺസെപ്റ്റ് നന്നാക്കി മനസ്സിലാക്കി വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ചോദ്യത്തിലേക്ക് വരാം. ആദ്യം ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് വരിക. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ട്രെയിന്, ഒരു മരം, ഇലക്ട്രിക് പോസ്റ്റ്, മനുഷ്യൻ, ഇങ്ങനെ വീതിയില്ലാത്ത വസ്തുക്കളെ ട്രെയിന് കടന്നു പോകുമ്പോൾ സഞ്ചരിക്കുന്ന സമയവും, അതുപോലെ തന്നെ ഒരു ട്രെയിന്, ഒരു പ്ലാറ്റ്ഫോം, ഒരു പാലം, ഒരു തുരങ്കം, ഇങ്ങനെ നീളം കൂടിയ വസ്തുക്കളെ കടന്നു പോകുമ്പോൾ സഞ്ചരിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും ട്രെയിൻ പ്രോബ്ലംസ് എന്ന് കാണാറുള്ളത്. അപ്പൊ ചെയ്തു നോക്കാം. ആദ്യം ഒന്നാമത്തെ കൈൻഡിലുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കൈൻഡിലുള്ള ചോദ്യം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ട്രെയിന് തരും, എന്നിട്ട് നിങ്ങളോട് പറയും ഈ ട്രെയിന് ഒരു മരം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു പോയിന്റ്, ഇങ്ങനെ വീതിയില്ലാത്ത വസ്തുക്കളെ ഈ ട്രെയിന് കടന്നു പോകുമ്പോൾ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം, വേഗത, നീളം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ ദൂരമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ ട്രെയിനിന്റെ നീളമായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഓർത്തു വെക്കുക, ഒന്നാമത്തെ കേസ് എങ്ങനെയാണ്? ട്രെയിന്, ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു മരം, ഒരു പോയിന്റ്, ഇങ്ങനെ വീതിയില്ലാത്ത വസ്തുക്കളെ കടന്നു പോകുന്ന സമയത്ത് അവിടെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ റെഡിയാണ്. ഒന്നാമത്തെ ചോദ്യം, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 250 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു മരത്തെ എത്ര സമയം കൊണ്ട് കടന്നു പോകും എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യത്തിലേക്ക് വരാം. ആദ്യം ഇവിടുത്തെ സ്പീഡ് നോക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ പെർ ഹവർ ആണ് ഇവിടുത്തെ സ്പീഡ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രെയിന് ഒരു മരത്തിനെ കടന്നു പോവുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയാ. ട്രെയിനിന്റെ നീളം 250 മീറ്റർ. അപ്പൊ ഇവിടെ മീറ്ററും ഇവിടെ കിലോമീറ്റർ പെർ ഹവർ. നമുക്ക് യൂണിറ്റ് ആദ്യം ഈക്വൽ ആക്കണം. അതിന് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 18 ഒരു 18, 90-ലാണെങ്കിൽ 5 18, 5 × 5 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നുണ്ട്. അതാണ് സ്പീഡ് കിട്ടിയത്. ഡിസ്റ്റൻസും കിട്ടി. നമുക്ക് ടൈം കാണണം. ടൈം കാണാനായിട്ടുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാ? 250. സ്പീഡ് എത്രയാ? 25. 250 എത്ര? 25. 10 25 ഉള്ളത്. therefore ടൈം കിട്ടി 10 സെക്കൻഡ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ട്രെയിൻ പ്രോബ്ലത്തിലെ ഒന്നാമത്തെ കേസ് ചെയ്യും. ഒരു ട്രെയിന്, ഒരു മരം, ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ഒരു മനുഷ്യൻ, ഇങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ ട്രെയിന് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിന്റെ നീളമാണ്. ഇവിടെ ട്രെയിന് മരത്തെയാണ് മറികടക്കുന്നത്. അപ്പൊ ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം 250 തന്നെയാണ്. സ്പീഡ് തന്നിട്ടുണ്ട് 90. അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി 25 ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. 250/25 10 സെക്കൻഡ്. കിലോമീറ്റർ പെർ ഹവറും മീറ്റർ പെർ സെക്കൻഡിന്റെയും കൺവേർഷൻ അറിയാത്തവർ നോക്കുക. കിലോമീറ്റർ പെർ ഹവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാനായിട്ട് 18/5 കൊണ്ടും ഗുണിച്ചാൽ മതി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 330 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു മനുഷ്യനെ കടന്നു പോകാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദ്യം. അപ്പൊ തുടങ്ങാം. സ്പീഡ് തന്നിട്ടുണ്ട് 54 കിലോമീറ്റർ പെർ ഹവർ. ഡിസ്റ്റൻസ് മീറ്ററില. അപ്പൊ ആദ്യം തന്നെ ഇയാളെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. അതിന് 54-നെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 18 ഒരു 18,
54-ലാണെങ്കിൽ 3:18, 3:5 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് കിട്ടുന്നത്. ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ? തീവണ്ടി ഒരു മനുഷ്യനെ കടന്നു പോവുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം തന്നെയാണ് 330 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് ടൈമാണ്. ടൈം കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 330 ആണ്, സ്പീഡ് എത്രയാ? 15. 330 എത്ര 15 ഉണ്ടെന്ന് നോക്കണം. അങ്ങനെ നമുക്ക് ഇയാൾ എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 330 ഹരിക്കണം 15 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 22 സെക്കൻഡ് എന്നാണ് ഉത്തരം കിട്ടുക. Therefore ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, 22 സെക്കൻഡ്. റെഡി അല്ലേ? ഒന്നുകൂടെ ചെയ്യാം. ഇത് കേട്ടറ്റിന് PYQൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. നോക്കാം. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ ട്രെയിന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ചോദ്യം. 72 കിലോമീറ്റർ പെർ ഹവർ ആണ് ട്രെയിനിന്റെ സ്പീഡ് കേട്ടോ, 72 കിലോമീറ്റർ പെർ ഹവർ. അപ്പൊ തുടങ്ങാം. ആദ്യം നമ്മൾ ട്രെയിനിന്റെ സ്പീഡ് എഴുതി. ട്രെയിനിന്റെ സ്പീഡ് എത്രയാ? 72 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ അയാളെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. 72 × 5/18 ചെയ്താൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറും. 18 ഒരു 18, 72 എത്ര 18 ആയിരുന്നു? 54 നമ്മൾ 3 പറഞ്ഞത്. അപ്പൊ 72 4 ആണ്. 4 5 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇയാളുടെ സ്പീഡ് കിട്ടുക. ഇനി ട്രെയിന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആണ് മറികടക്കുന്നത്. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് ട്രെയിനിന്റെ നീളം തന്നെയാണ്, ദാറ്റ് ഈസ് 100 മീറ്റർ ആണ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ട ടൈമാണ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100, സ്പീഡ് എന്ന് പറഞ്ഞാൽ 20, 0 വെട്ടിയാൽ 10/2, 5 സെക്കൻഡ് ആണ് ഉത്തരം കിട്ടുക. Therefore ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് കേട്ടതിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രീവിയസ് ആണ്. അപ്പൊ സ്ഥിരമായിട്ട് ട്രെയിൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ചെയ്യുക എന്നതിനെ കുറിച്ച് അത്യാവശ്യം ധാരണ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 108 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി ഒരു മനുഷ്യനെ മറികടക്കാൻ 12 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര? അപ്പൊ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 108 കിലോമീറ്റർ പെർ ഹവർ. ആദ്യം തന്നെ അയാളെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. അതിനെന്താ ചെയ്യുക? 108നെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 18 ഒരു 18, 108 6 ആണ്. 6 5 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് കിട്ടുക. ഇനി സമയം തന്നിട്ടുണ്ട്. ടൈം എത്രയാ? 12 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് തീവണ്ടിയുടെ നീളമാണ്. അപ്പൊ ആലോചിക്കുക, തീവണ്ടി ഒരു മനുഷ്യനെ മറികടക്കുമ്പോൾ അവിടെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളമാണ്. അപ്പൊ തീവണ്ടിയുടെ നീളം കാണണമെങ്കിൽ അവിടുത്തെ സഞ്ചരിക്കുന്ന ദൂരം കണ്ടെത്തിയാൽ മതി. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാ. സ്പീഡ് എത്രയാ? 30, ടൈം എത്രയാ? 12. 3 × 12 36 ആണ്. അപ്പൊ ടോട്ടൽ 360 മീറ്റർ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് വരിക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുക. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ ചെയ്ത ചോദ്യം തന്നെയാണ്. ഇതുവരെയുള്ള 3 ചോദ്യത്തിൽ നമ്മൾ സമയമാണ് കണ്ടെത്തിയത്. ഇനി നമ്മൾ ഡിസ്റ്റൻസ് കണ്ടെത്തുന്ന ചോദ്യങ്ങൾ ചെയ്യുക. ഒന്നും കൂടെ ചെയ്യാം. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ ട്രെയിനിന്റെ നീളം എത്രയായിരിക്കും? ചെയ്തു നോക്കാം. സ്പീഡ് എത്രയാ? 54 കിലോമീറ്റർ പെർ ഹവർ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാ. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 54 × 5/18 ചെയ്യാം. 18 ഒരു 18, 54 3, 3 5 എത്രയാ? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് കിട്ടുന്നത്. ഇനി ടൈം തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. നമ്മളോട് കാണാൻ പറഞ്ഞത് ട്രെയിനിന്റെ നീളം. ട്രെയിന് ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കുന്ന സമയത്ത് അവിടെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രെയിനിന്റെ നീളം കാണാൻ പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരം ഡിസ്റ്റൻസ് കണ്ടാൽ മതി. ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈമാ. സ്പീഡ് എത്രയാ കിട്ടുന്നത്? 15 ആണ്. ടൈം എത്രയാ? 10 ആണ്. 15 × 10 150 മീറ്റർ ആണ് ഉത്തരം കിട്ടുക. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്യും. അടുത്ത ചോദ്യം കേട്ടറ്റിന്റെ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്ന ചോദ്യമായിരുന്നു. നന്നായിട്ടൊന്ന് നോക്കൂ. 54 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ 20 സെക്കൻഡ് സമയം എടുക്കുന്നുവെങ്കിൽ ട്രെയിനിന്റെ നീളം എത്രയാണ് എന്ന് പറയണം. അപ്പൊ തുടങ്ങാം. സ്പീഡ് വന്നിട്ടുണ്ട് 54 കിലോമീറ്റർ പെർ ഹവർ. അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമുക്കറിയാം 15 മീറ്റർ പെർ സെക്കൻഡാ കിട്ടുക. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ചെയ്തിട്ടുണ്ട്.
ടൈം തന്നിട്ടുണ്ട് 20 സെക്കൻഡ്. നമുക്ക് കാണേണ്ടത് എന്താ? ട്രെയിനിന്റെ നീളം. നമുക്കറിയാം, ഒരു ട്രെയിന് ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കുമ്പോൾ ട്രെയിനിന്റെ നീളം എന്ന് പറയുന്ന അവിടുത്തെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. സ്പീഡ് എത്രയാ? 15 ഇൻറ്റു ടൈം എത്രയാ? 20. 15 ഇൻറ്റു 2 എത്രയാ? 30. പിന്നെ ഒരു 0 കൂടെ ഉണ്ട്. അപ്പൊ ഉത്തരം 300 മീറ്റർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ടൈപ്പിലുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതായത് നേരത്തെ നമ്മൾ പഠിച്ചത് ട്രെയിന്, ഒരു ഇലക്ട്രിക് പോസ്റ്റ്, മനുഷ്യൻ, ഒരു പോയിന്റ്, ഒരു മരം, ഇങ്ങനെ വീതിയില്ലാത്ത വസ്തുക്കളെ കടന്നു പോകുമ്പോൾ അവിടെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കേസ്, വീതിയുള്ള വസ്തുക്കളെ കടന്നു പോകുമ്പോൾ സഞ്ചരിക്കുന്ന പരിപാടി എന്താണ്? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ കേസിൽ പറയുന്നത് ട്രെയിന് ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഒരു പാലം, അല്ലെങ്കിൽ ഒരു തുരങ്കം, അല്ലെങ്കിൽ മറ്റൊരു ട്രെയിൻ, ഇങ്ങനെ വീതിയുള്ള വസ്തുക്കളെ കടന്നു പോകുന്ന സമയത്ത് അവിടെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിന്റെ ദൂരം പ്ലസ് ആ വസ്തുവിന്റെ ദൂരം, അല്ലെങ്കിൽ ട്രെയിനിന്റെ നീളം പ്ലസ് ആ വസ്തുവിന്റെ നീളമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒന്നും കൂടെ, ട്രെയിന്, പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഒരു പാലം, അല്ലെങ്കിൽ ഒരു തുരങ്കം, അല്ലെങ്കിൽ മറ്റൊരു ട്രെയിന്, ഇങ്ങനെ വീതിയുള്ള വസ്തുക്കളെ കടന്നു പോകുന്ന സമയത്ത് അവിടെ ട്രെയിന് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിന്റെ നീളം പ്ലസ് വസ്തുവിന്റെ നീളമായിരിക്കും. എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ നോക്കുക. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് 250 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം വേണ്ടി വരും? തുടങ്ങാം. സ്പീഡ് തന്നിട്ടുണ്ട് 72 കിലോമീറ്റർ പെർ ഹവർ. ആദ്യം തന്നെ നമുക്ക് അയാളെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഒന്ന് മാറ്റാം. 72 കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയാൽ 72 ഇൻറ്റു 5/18. 18 ഒരു 18, 72 4. 4 5 എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നുണ്ട്. സ്പീഡ് കിട്ടി. ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിന് ഒരു പാലം കടന്നു പോകുമ്പോൾ അവിടെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം പ്ലസ് പാലത്തിന്റെ നീളമാണ്. ട്രെയിനിന്റെ നീളം എത്രയാ? 150. പാലത്തിന്റെ നീളം 250. 150ഉം 250ഉം കൂട്ടിയ 400 മീറ്റർ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടുക. ഇനി നമുക്ക് കാണേണ്ടത് ടൈമാണ്. ടൈം കാണാനായിട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കാണണം. ഡിസ്റ്റൻസ് 400 ആണ്, സ്പീഡ് 20 ആണ്. 0 വെട്ടിയാൽ 40/2, 20 സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടുന്നുണ്ട്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 20 സെക്കൻഡ്. ഇതാണ് പരിപാടി. സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ ചെയ്യാം. 36 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ ഓടുന്ന 100 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് 80 മീറ്റർ നീളമുള്ള തുരങ്കം മറികടക്കാൻ എത്ര സമയമെടുക്കും? തുടങ്ങാം. സ്പീഡ് എത്രയാ? 36 കിലോമീറ്റർ പെർ ഹവർ. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് അതിനെ 5/18 കൊണ്ട് ഗുണിക്കുക. 18 ഒരു 18, 36 2 18, 2 5 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ? ഒരു ട്രെയിന് ഒരു തുരങ്കത്തിനെ മറികടക്കുമ്പോൾ അവിടെ സഞ്ചരിച്ച ദൂരം ട്രെയിനിന്റെ നീളം പ്ലസ് തുരങ്കത്തിന്റെ നീളമാണ്. ട്രെയിനിന്റെ നീളം 100 മീറ്റർ, തുരങ്കത്തിന്റെ നീളം 80 മീറ്റർ, ടോട്ടൽ 180 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഇത് മറികടക്കാൻ എത്ര സമയം എടുക്കുന്നു ചോദിച്ചാൽ ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാ. ഡിസ്റ്റൻസ് 180 ആണ്, സ്പീഡ് എത്രയാ? 10. 0 വെട്ടിയാൽ ഉത്തരം കിട്ടുന്നു 18 മീറ്റർ, അല്ലെങ്കിൽ 18 സെക്കൻഡ് എന്ന് കിട്ടുന്നു കേട്ടോ. 18 സെക്കൻഡ് സമയല്ലേ? അപ്പൊ ഉത്തരം 18 സെക്കൻഡ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. ഒരു ചോദ്യം നോക്കാം. ഇയാൾ ഒരു കേട്ടറ്റിന്റെ PYQ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കും. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ ട്രെയിന് 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്താ? കേട്ടറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമായിരുന്നു. ചെയ്തു നോക്കാം. ആദ്യം സ്പീഡ് തന്നിട്ടുണ്ട് 72 കിലോമീറ്റർ പെർ ഹവർ. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കുക. 18 ഒരു 18, 72 4 18, 4 5 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് കിട്ടുക. ഇനി ഡിസ്റ്റൻസ്, ട്രെയിന് ഒരു പാലം കടന്നു പോകുമ്പോൾ അവിടെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം പ്ലസ് ആ പാലത്തിന്റെ നീളമാണ്. ട്രെയിനിന്റെ നീളം 100 ആണ്, പാലത്തിന്റെ നീളം 500 ആണ്. 100ഉം 500ഉം കൂട്ടിയ 600 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരിക. നമുക്ക് കാണേണ്ടത് ടൈമാ.
ടൈം കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 600, സ്പീഡ് എന്ന് പറഞ്ഞാൽ 20. 60/2 എത്രയാ? 30 സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 30 സെക്കൻഡ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ചോദ്യം. അപ്പൊ ഇത് രണ്ടാമത്തെ കേസിലും നമ്മൾ ടൈം കാണുന്ന ചോദ്യം ചെയ്തു. ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ് കാണുന്ന ചോദ്യങ്ങളും കൂടെ ചെയ്താൽ നമുക്കിത് തീരുമാനാക്കാം. എങ്ങനെയാ നോക്ക്. 90 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ട്രെയിന് 20 സെക്കൻഡ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കടന്നുപോയാൽ പ്ലാറ്റ്ഫോമിന്റെ നീളം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 20 സെക്കൻഡ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കടന്നുപോയാൽ പ്ലാറ്റ്ഫോമിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം സ്പീഡ് നോക്കാം. സ്പീഡ് തന്നിട്ടുണ്ട് 90 കിലോമീറ്റർ പെർ ഹവർ. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. 18 ഒരു 18 90 5 18. 5 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ സ്പീഡ് കിട്ടുന്നത്. ഓക്കെ, റെഡി. ഇനി ടൈം തന്നിട്ടുണ്ട്. എത്രയാണ് ടൈം? 20 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് ടൈം. നമുക്ക് കാണേണ്ടത് പ്ലാറ്റ്ഫോമിന്റെ നീളം എത്രയാണെന്നാണ്. നമുക്ക് പ്ലാറ്റ്ഫോമിന്റെ നീളം അറിയില്ല, പക്ഷേ ഇവിടെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളമാണ്. ഒരു ട്രെയിന് ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുമ്പോൾ അവിടെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം. അപ്പൊ ദൂരം കണ്ടാല്, ഡിസ്റ്റൻസ് കണ്ടാൽ നമുക്ക് ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം കിട്ടും. അതിൽ ട്രെയിനിന്റെ നീളം നമുക്കറിയാം, അപ്പൊ അതിൽ നിന്ന് പ്ലാറ്റ്ഫോമിന്റെ നീളം കണ്ടെത്താം. അതാണ് ഐഡിയ. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 25, ടൈം 20. 25 ഇൻറ്റു 2 50 ആണ്, പിന്നെ ഒരു 0 ഉണ്ട്, 500 മീറ്റർ. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 മീറ്റർ. ഈ ഡിസ്റ്റൻസ് എങ്ങനെയാ കാണുക? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളമാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം. അതിൽ ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ട് 200 മീറ്റർ. അപ്പൊ ബാക്കി പ്ലാറ്റ്ഫോമിന്റെ നീളം എത്രയായിരിക്കും? 500-ൽ 200 പോയാൽ ബാക്കി 300 മീറ്റർ ആണ് പ്ലാറ്റ്ഫോമിന്റെ നീളം. അപ്പൊ പ്ലാറ്റ്ഫോമിന്റെ നീളം 300 മീറ്റർ. സിമ്പിൾ അല്ലേ? ഒന്നും കൂടെ ചെയ്യാം, അത് റെഡിയാക്കാം. 180 മീറ്റർ നീളമുള്ള തീവണ്ടി 108 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ 12 സെക്കൻഡ് കൊണ്ട് ഒരു തുരങ്കത്തെ കടന്നുപോയാൽ തുരങ്കത്തിന്റെ നീളം എത്രയാണ്? ചെയ്തു നോക്കാം. സ്പീഡ് എത്രയാ? 108 കിലോമീറ്റർ പെർ ഹവർ. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 18-ൽ ഒരു 18, 108-ൽ 6 18. 6 5 30 മീറ്റർ പെർ സെക്കൻഡ്. ടൈം തന്നിട്ടുണ്ട് 12 സെക്കൻഡ്. നമുക്ക് കാണേണ്ടത് തുരങ്കത്തിന്റെ നീളം. അപ്പൊ നമുക്കറിയാം, ഒരു ട്രെയിൻ ഒരു തുരങ്കത്തിനെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം പ്ലസ് തുരങ്കത്തിന്റെ നീളമാണ്. ട്രെയിനിന്റെ നീളം നമുക്കറിയാം. അപ്പൊ തുരങ്കത്തിന്റെ നീളം കണ്ടെത്താൻ ഡിസ്റ്റൻസ് കണ്ടാൽ മതി. സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാ? 30. ടൈം എത്രയാ? 12. 30 ഇൻറ്റു 12 360 മീറ്റർ. അപ്പൊ ഇവിടെ സഞ്ചരിച്ച ടോട്ടൽ ദൂരം 360 മീറ്റർ. എങ്ങനെ ഈ 360 മീറ്റർ കിട്ടി? ഒരു ട്രെയിന് ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കും അല്ലെങ്കിൽ തുരങ്കത്തിനെ മറികടക്കുന്ന സമയത്ത് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിന്റെ നീളം പ്ലസ് തുരങ്കത്തിന്റെ നീളമാണ്. അതിൽ ട്രെയിനിന്റെ നീളം 180 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി 360-ൽ തുരങ്കത്തിന്റെ നീളം എത്രയായിരിക്കും? 180 ആണ് ബാക്കി ഉണ്ടാവുക. അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി 180 മീറ്റർ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ചോദ്യം കൂടെ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോന്ന് നോക്കാം. സ്പീഡ് തന്നിട്ടുണ്ട് 36 കിലോമീറ്റർ പെർ ഹവർ. നമ്മൾ ആദ്യം തന്നെ അയാളെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നു. 36 ഇൻറ്റു 5/18. 18-ൽ ഒരു 18. 36-ലാണെങ്കിൽ 2 18. ഉത്തരം 2 5 10 മീറ്റർ പെർ സെക്കൻഡ്. ടൈം തന്നിട്ടുണ്ട് 30 സെക്കൻഡ്. നമുക്ക് കാണേണ്ടത് പ്ലാറ്റ്ഫോമിന്റെ നീളം. അതിന് ഡിസ്റ്റൻസ് കണ്ടാൽ മതി. സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 10 ആണ്, ടൈം 30 ആണ്. 10 ഇൻറ്റു 30 300 മീറ്റർ. അതായത് ഇവിടുത്തെ ടോട്ടൽ ദൂരം 300 മീറ്റർ.
ഒരു ട്രെയിന് ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എങ്ങനെ കാണുക? ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളമാണ്. അതിൽ ട്രെയിനിന്റെ നീളം 100 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി വരുന്ന പ്ലാറ്റ്ഫോമിന്റെ നീളം എത്രയായിരിക്കും? 200 മീറ്റർ ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ ബി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ട്രെയിൻ ചോദ്യങ്ങളായിട്ട് K1നും K2നൊക്കെ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക, എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പം ഞാൻ നിർത്തുന്നു. താങ്ക് യു.